ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഹെയർ ഓയിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്ക് മുടി കൊഴിയുന്നതിന്, നെറ്റി കയറുന്നതിന്, മുടിക്കുള്ള എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ ഈ ഒരു ഓയിൽ മാത്രം മതി. ഇതിന് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 1/2 കപ്പ് കറ്റാർ വാഴ. കറ്റാർവാഴയുടെ ഇല നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 1/2 കപ്പ് കറിവേപ്പില, പിന്നെ ഒരു 1/4 കപ്പ് മരുന്ന് കടയിലൊക്കെ കിട്ടുന്ന നെല്ലിക്കയാണ്, ഉണക്കിയ നെല്ലിക്ക. പിന്നെ ഒരു ഫ്രഷ് നെല്ലിക്കയും ഞാനൊരു 1/4 കപ്പ് എടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്ത് നന്നായി നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇത് നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ, എണ്ണ കാച്ചുന്നതിനൊക്കെ. അത് ഞാൻ അതിൻ്റെ ആ ഒരു പച്ച കളറൊക്കെ ഇതുപോലെ മാറ്റി വേവിച്ചെടുത്തിട്ടുണ്ട്. അല്പസമയം ഒന്ന് ഇളക്കി അതിൻ്റെ മോയ്സ്ചറൊക്കെ കളഞ്ഞ് എടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഇനി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 കപ്പ് കോക്കനട്ട് ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈലാഞ്ചി ഇല, കയ്യുണ്ണിയം എന്ന് പറയുന്ന ഒരു ലീഫ് കിട്ടും. അതൊക്കെ ഇതിൽ അരച്ച് ചേർക്കാം കേട്ടോ. എനിക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂ. അതാണ് ഞാൻ ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിതിൽ സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. നമ്മൾ എണ്ണ കാച്ചി അരിച്ചെടുത്തതിന് ശേഷം. ഇതിപ്പോൾ ഈ ഓയിൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി പതഞ്ഞ് വരും. ഇത് നന്നായി തന്നെ പതഞ്ഞ് വരും. അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി നമ്മൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇത് കാച്ചിയെടുക്കണം കേട്ടോ, മിനിമം. എങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങളൊക്കെ ഈ എണ്ണയിൽ കിട്ടുള്ളൂ. ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു 1 മണിക്കൂറൊക്കെ ഞാൻ ഇത് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാറുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ അല്പം ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞങ്ങൾക്കിവിടെ ഈ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡ്രൈ അല്ലേ, നമ്മൾ സ്കിന്നായാലും സ്കാൽപ്പും ഒക്കെ ഡ്രൈ ആവുന്നത് കൊണ്ട് ഈ ഒലീവ് ഓയിൽ ആ ഡ്രൈനെസ് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ കാസ്റ്റർ ഓയിൽ നല്ലതാണ്, പക്ഷേ അത് 1 ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് ഇങ്ങനെ ഒരു ഒട്ടുന്ന ഒരു ടെക്സ്ചറാണ്. അതുകൊണ്ടാണ് എനിക്കത് ഞാൻ പ്രിഫർ ചെയ്യാറില്ല. എനിക്ക് ഒലീവ് ഓയിലാണ് ഞാൻ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ പതച്ച് വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ ഈ പതയൊക്കെ അങ്ങ് നന്നായിട്ട് മാറിക്കോളും. ഈ എണ്ണ കാച്ചുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇത്രയും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ ഇതുപോലെയാണ് കാച്ചിയെടുക്കാറുള്ളത്. പക്ഷേ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്ന 2 ഇൻഗ്രീഡിയൻസ് തീർച്ചയായും നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് സ്കിപ്പ് ചെയ്ത് കളയരുത്. അത് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ മുടിക്ക്. പതയൊക്കെ ഇപ്പോൾ ഒരുവിധം മാറി വരുന്നുണ്ട്. ഇപ്പോഴും ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ആ ഒരു വൈറ്റ് കളറ് ഫുള്ളായിട്ട് തന്നെ മാറിക്കിട്ടും നമുക്ക്. നമ്മുടെ എണ്ണ നന്നായി തെളിഞ്ഞ് വരും. നല്ല ബ്ലാക്ക് കളർ എണ്ണയാണ് കേട്ടോ. ഇത് നമുക്ക് നരച്ച മുടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കറുത്ത് വരാനും, അതുപോലെ നമ്മൾ നെറ്റി കയറുക, മുടി കൊഴിയുക, മുടിയുടെ സ്പ്ലിറ്റൻസ്, ഇങ്ങനെയുള്ള എല്ലാ പ്രോബ്ലത്തിനും ഈ നല്ലൊരു സൊല്യൂഷനാണ് ഇത് കേട്ടോ. ഞാനിത് സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ കാണിക്കാം. അതും കൂടെ തീർച്ചയായും നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മുടെ എണ്ണ നന്നായിട്ട് തന്നെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് അല്പം ഇതിൻ്റെ ചൂട് ഒന്ന് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അരിച്ച് ഒരു കുപ്പിയിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ പതയൊക്കെ മാറിയിട്ടുണ്ട്. നമ്മുടെ എണ്ണ നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഒരു
ബോട്ടിലിൽ ഒഴിച്ചു വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കർപ്പൂരമാണ്. കാംഫർ, നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കുന്ന കർപ്പൂരം ഇല്ലേ, അതാണ്. അതൊരു 3-4 എണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, ഈ ഒരു ചെറിയ ചൂടിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അത് അലിഞ്ഞ് അതിൽ ചേർന്നോളും. നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കാച്ചിയാലും നമ്മൾ ഈ കർപ്പൂരം ഇട്ട് കൊടുത്താൽ നല്ല ഒരു സ്മെല്ലായിരിക്കും അതിന്. ആ ഒരു എണ്ണയുടെ ആ ഒരു സ്മെല്ല് അധികം വരില്ല. ഇത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഹെയർ ഓയിൽ. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ തലയിൽ തേക്കുക എന്നുള്ളതും കൂടെ ഒന്ന് പറയാം. ഈ ഒരു ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കാച്ചിയെടുത്ത് കർപ്പൂരമൊക്കെ ആഡ് ചെയ്ത ഓയിലാണിത്. 2 ടേബിൾ സ്പൂണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ മുടിക്ക്. ഇത് തീർച്ചയായും നിങ്ങൾ ഇത് ഒഴിവാക്കാൻ പാടില്ല കേട്ടോ. ഇതെന്തായാലും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് മരുന്ന് കടയിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നതാണ്, ചെറിയ പൈസക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഓയിൽ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സ്കാൽപ്പിൽ നന്നായി തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. അതുപോലെ ഈ ഓയിലിൽ തന്നെ ഒരു ചെറിയ ഉള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് അത് ആ എണ്ണ തലയിൽ തേക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ഈ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക് യു.